തിരുരക്തത്തിന്റെ പ്രാർത്ഥന ഇന്നലെ നമുക്ക് എല്ലാവർക്കും വിതരണം ചെയ്തത്. അതിനു മുമ്പ് തന്നെ എനിക്ക് ആ പ്രാർത്ഥന കിട്ടി, നമ്മുടെ വാട്സപ്പിലൂടെ കിട്ടി. എനിക്ക് തോന്നുന്നു എനിക്ക് തന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ പ്രാർത്ഥന എന്തോ എനിക്ക് ഭയങ്കര ഒരു ശക്തി ഉള്ള ഒരു പ്രാർത്ഥനയായിട്ട് തോന്നി. ഞാനത് എൻ്റെ അമ്മയെ വായിച്ച് കേൾപ്പിച്ചു. അപ്പം അമ്മയ്ക്ക് ആ പ്രാർത്ഥന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ തിരുരക്തം ഒഴുക്കി നമ്മളെ സുഖപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് കുറേ കാലമായിട്ട് ഭയങ്കര കാല് ചൊറിഞ്ഞ് പൊട്ടുക. ഞാൻ പല ഹോസ്പിറ്റൽ, ആയുർവേദിക്, ഹോമിയോ, അലോപ്പതി എല്ലാം നോക്കിയതാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പം അല്ലാതെ ചില്ലറ കാര്യങ്ങളൊക്കെ അറിയാവുന്ന എല്ലാം തന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കി. പക്ഷേ അത് ഫലപ്രദമാകുന്നില്ല, കൂടിക്കൂടി വരുമായിരുന്നു, രക്തം ഒലിക്കും. അപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പം ഈ പ്രാർത്ഥന അമ്മ പറഞ്ഞു, നീ ഈ പ്രാർത്ഥന ചെല്ലണമെന്നുണ്ട്. അപ്പം ബ്രദർ പറഞ്ഞ പോലെ എനിക്ക് 33 പ്രാവശ്യമൊന്നും അറിയത്തില്ല. ഞാൻ എന്നും ആ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന പുസ്തകത്തിന് പറയും എഴുതി വെച്ചു, വാട്സപ്പിൽ നിന്ന് എഴുതി വെച്ചു. അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ആ പ്രാർത്ഥന എഴുതി തരണമെന്ന്. ഞാനത് എഴുതി കൊടുത്തു. അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ ഇന്ന് ചെല്ലുമായിരുന്നു. കുറച്ച് ദിവസം ആശ്വാസമൊക്കെ ഉണ്ടായി. ഏതായാലും ഞാനിപ്പോൾ ഈ ബ്രദർ പറഞ്ഞ ദിവസം ഈ ലീഫ്ലെറ്റ് വിതരണം ചെയ്തപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം. ഈ പ്രാർത്ഥന തന്നെയാണല്ലോ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നതെന്ന്. പിന്നെ പട്ടുമല പള്ളിയിൽ വെച്ച് ബ്രദർ പറഞ്ഞ അലർജി സംബന്ധമായിട്ടുള്ള അസുഖം ഭേദമാണ്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അവിടെ വെച്ച്. ഇതാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു നിയോഗം. ഇതായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ വരുന്ന ദിവസം വരെ ഞാൻ കാല് ചൊറിഞ്ഞ് പൊട്ടിക്കൊണ്ടിരുന്നത് ഒരു പ്രാവശ്യം എൻ്റെ കാല് ചൊറിഞ്ഞിട്ടില്ല. എനിക്ക് ആ സുഖം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കുന്നില്ല. കാരണം അതുപോലെ അസ്വസ്ഥതയുള്ള ഒരാളാണ്. പള്ളിയിൽ ചെന്നാൽ ഈ മറ്റേ വലതുകാലെടുത്ത് ഇടതുകാലം ചൊറിയും, ഇടതുകാലെടുത്ത് വലതുകാലം ചൊറിയും. അതുപോലെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ ഞാൻ അത് എനിക്ക് അനുഭവിച്ചിട്ടില്ല. ആ ചൊറിച്ചിലെ അസ്വസ്ഥത ഞാൻ അനുഭവിച്ചില്ല. അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു.